ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിന്ന് വളരെ സ്വാദിഷ്ടമായ വെജ് റോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് സവാളയും ഒരു 1/4 കപ്പ് ക്യാപ്സിക്കവും ഒരു 1/4 കപ്പ് തക്കാളിയും കൂടെ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പുളി കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് വിനീഗർ ഇടാതിരിക്കാം. എന്നിട്ട് വേറൊരു കപ്പിൽ 1 കപ്പ് മൈദയും അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള സൈസിൽ ഓരോ ബോൾസാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ബോൾസ് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു മീഡിയം തിക്നെസ്സിന് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് പാന് ചൂടായതിന് ശേഷം നമ്മൾ പരത്തിയെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. 2 സൈഡും നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ടൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് വച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വച്ച് കൊടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് വച്ച് കൊടുക്കുക. ഫുള്ളൊന്ന് വച്ച് കൊടുക്കുക. ആവശ്യത്തിന് എത്രയാണ് വേണ്ടത് ആവശ്യത്തിന് വച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് നന്നായി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ചുരുട്ടുകയോ മടക്കിയോ എടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വെജ് റോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.